ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഈ സർക്കാർ കൃത്യമായി തിരിച്ചറിയുന്നുണ്ടെന്നും കേന്ദ്രത്തിന്റെ സാമ്പത്തിക വിവേചനം കേരളത്തിലെ സർക്കാരിന്റെ മേൽ കനത്ത സാമ്പത്തിക ആഘാതം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ സമീപനം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. KGOF 29ാമത് കോട്ടയം ജില്ലാ സമ്മേളനം വൈക്കം ഇണ്ടംതുരുത്തി മനയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ 2500-3000 കോടി രൂപ ഇന്ത്യയിലെ ലോകത്തെ വൻകിട കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യന്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കാനും പ്രതിഫലിപ്പിക്കാനും കഴിയുക? അത് ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന ഒരു ദുരന്തത്തെ തന്നെ കാട്ടിത്തരികയാണ്. അപ്പൊ എന്തുകൊണ്ട് അവരെല്ലാം വോട്ട് ചെയ്തല്ലേ, വോട്ട് വാങ്ങിയല്ലേ ജയിക്കുന്നതെന്ന് നമുക്ക് ന്യായം ഉയർന്നു വന്നേക്കാം. സ്വാഭാവികമായി അത് ശരിയായ കാര്യം തന്നെയാണ്. വോട്ട് വാങ്ങി തന്നെയാണ് അവരെല്ലാം ജയിച്ചത്. എങ്ങനെ ഈ വോട്ടെല്ലാം അവിടങ്ങളിലേക്ക് എത്താൻ വഴിയൊരുക്കലുണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് അവർക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന് ഒരു ജനത ചിന്തിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു. യോഗത്തിന് സമ്മേളന സ്വാഗത സംഘം ചെയർമാൻ MD ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. മികച്ച വിജ്ഞാന വ്യാപന ഉദ്യോഗസ്ഥനുള്ള ബോണി മാനുവൽ അവാർഡ് വിതരണം CK ആശ MLA നിർവഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം SP സുമോദ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാ സാംസ്കാരിക മത്സര വിജയികൾക്കുള്ള ഉപഹാരം സന്തോഷ് കുമാർ MP നൽകി. KGOF സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ VM ഹാരിസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമരസമിതി കൺവീനർ N അനിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം BS ഹരീഷ്, സംസ്ഥാന സെക്രട്ടറി KB ബിജുക്കുട്ടി, സംസ്ഥാന കമ്മിറ്റി അംഗം റെജിമോൾ തോമസ്, സംഘാടക സമിതി കൺവീനർ ഡോക്ടർ അഖിൽ ശ്യാം B എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അൻസീം അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ഡെന്നീസ് തോമസ് യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. രക്തസാക്ഷി പ്രമേയം ശില്പ ബാലചന്ദ്രനും അനുശോചന പ്രമേയം എൽദോ മാർക്കോസും അവതരിപ്പിച്ചു. ബോണി മാനുവൽ അവാർഡ് നിർണയം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് C നിർവഹിച്ചു. KGOF ഗസൽ സാംസ്കാരിക വേദിയുടെ കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും പ്രമേയങ്ങളും അവതരിപ്പിച്ചു. ജനുവരി 22-ന് തീരുമാനിച്ചിട്ടുള്ള അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ സൂചന പണിമുടക്കം വിജയിപ്പിക്കുവാൻ സമ്മേളനം ഔദ്യോഗിക പ്രമേയം അംഗീകരിച്ചു. വകുപ്പ് തല പ്രമേയങ്ങൾ അഖിൽ K രാജു അവതരിപ്പിച്ചു. വൈക്കം താലൂക്ക് പ്രസിഡന്റ് ചൈതന്യ RM യോഗത്തിന് നന്ദി അറിയിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് ഡോക്ടർ B അജയകുമാർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ മിനി ജോസഫ് പ്ലാക്കാല, എൽദോ മാർക്കോസ്, സെക്രട്ടറി മുഹമ്മദ് അൻസീം, ജോയിന്റ് സെക്രട്ടറി അഖിൽ K രാജു, മനു കൃഷ്ണൻ, ട്രഷറർ MV കണ്ണൻ, വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ആതിര ജോർജ്, സെക്രട്ടറി ഡോക്ടർ സുസ്മിത ശശിധരൻ എന്നിവരെ തിരഞ്ഞെടുത്തു. i4 ന്യൂസ്, വൈക്കം.